ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പ്രത്യേക കാര്യം നോക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോർണിംഗ് തോട്ട്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവരൊത്തിരി വിഷമിച്ചിരുന്നു. നിങ്ങളിലേക്ക് എത്താനായിട്ട് അത്രമേൽ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഇവിടെ എനിക്ക് കാർഡ്സ് കാണിച്ചു തരുന്നത്. അതിന് മുന്നേ നമ്മളെ ഒന്ന് പ്രാർത്ഥിക്കാം യൂണിവേഴ്സിനോട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവിനെ റിമൂവ് ആവാനും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണിൽ നിന്നും എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആവട്ടെ. ലൈഫിൽ അവരെന്തൊക്കെ വിഷമത്തിൽ അനുഭവിക്കുന്നു അവർക്ക് അതൊക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുന്നൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ വെച്ചാൽ ഒത്തിരി പേര് എനിക്ക് മെസ്സേജൊക്കെ ചെയ്തിരുന്നു. എൻ്റെ വോയിസൊക്കെ അവർക്ക് ഇഷ്ടമാണ്, എൻ്റെ സംസാര രീതി ഇഷ്ടമാണ്, എന്താ പറയുക, അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എന്തോ എനർജി കിട്ടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. എൻ്റെ സംസാര രീതിയാണെങ്കിലും ഞാൻ നൽകുന്ന അഡ്വൈസ് ആണെങ്കിലും ഒത്തിരി പേർക്ക് ഒരു സുഹൃത്തിനെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സഹോദരിയെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഒത്തിരി പേര് റീഡിംഗ് ഒക്കെ എടുക്കുമ്പോഴേ അവർക്ക് വളരെ ആശ്വാസമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. ഒത്തിരി സന്തോഷത്തെ കേൾക്കുമ്പോൾ അല്ലേ. എന്താ പറയുക, ഞാൻ അതിൻ്റെ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുകയാണ്. കാരണം നമ്മളും യൂണിവേഴ്സും തമ്മിലുള്ള നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യം നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നു. അതിനുള്ള ഒരു ഇടനിലക്കാരൻ മാത്രമായിട്ടാണ്, ഒരു ഗൈഡായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് അല്ലേ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ അല്ലേ, എന്നെ കാണുന്നില്ല. ഒത്തിരി പേര് എന്നെ കാണണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വോയിസ് ഇഷ്ടപ്പെടുന്നവർ എന്നെ കാണുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. വോയിസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്നെ കാണുമ്പോൾ ഇഷ്ടപ്പെടുമോ, നിങ്ങളോടാണ് ചോദിക്കുന്നത്. നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവും യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ വോയിസ് കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വോയിസിന് ഇഷ്ടപ്പെടുന്നവർ അവർക്ക് പോസിറ്റീവായിട്ടുള്ള എനർജീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ വിശ്വസിച്ച് പോകൂ. നമുക്കൊരിക്കൽ കാണാം കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എന്നെ കാണിക്കാം. മനസ്സിലായോ? ഞാൻ എന്ന റീഡർ നിങ്ങൾക്കും യൂണിവേഴ്സിനും ഇടയിൽ ഒരു ഗൈഡാണ് അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ ഒരാൾ മാത്രമാണ്. എന്നിൽ പ്രത്യേക സിദ്ധി ഒന്നുമില്ല. ഞാൻ എടുക്കുന്ന കാർഡ്സിൽ എന്താണോ കാണിക്കുന്നത് അത് നിങ്ങളോട് ഞാൻ പറയുന്നു. കൂടുതൽ റെസിനേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് വേണം കേട്ടോ. ആവശ്യമുള്ളവർ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡായിട്ട് നിൽക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും തീരുമാനിച്ചിരിക്കുന്നതും. അതങ്ങനെ തന്നെ എന്നും ഉണ്ടാവും. നിങ്ങൾക്ക് എന്നിലൂടെ ഒരു ആശ്വാസം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ടോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. ഒത്തിരി പേർക്ക് പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, അതിലൊക്കെ മെസ്സേജ് ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം നമ്മളെ അറിയേണ്ട എന്ന് വിചാരിക്കുന്ന എനർജീസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒത്തിരി പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടോളൂ, വളരെ സന്തോഷമേ ഉള്ളൂ അതിൽ. പിന്നെന്താ, നമുക്കിനി ഈ റീഡിംഗ് എന്ന് പറഞ്ഞാലേ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങളെപ്പോൾ ഈ വീഡിയോ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വാലിഡ് ആയിട്ട് വരും കേട്ടോ. നല്ലൊരു ഗൈഡായിട്ട് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്താലോ, റീഡിങ്ങിലേക്ക് പോവാം അല്ലേ പോവാം. അപ്പോൾ രാവിലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ദ മൂണാണ്. എന്താ മൂണെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയില്ലേ, രാത്രി കാലങ്ങളിലാണ് നമ്മുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്കായാലും കൂടുതൽ ഓർമ്മ വരിക, അവർക്കായാലും കൂടുതൽ ഓർമ്മ വരിക. കാരണം എല്ലാ തിരക്കിൽ നിന്നും ഒഴിഞ്ഞ ഒരു സമയം. ആ സമയത്താണ് മറ്റുള്ളവർ നമുക്ക് ചുറ്റുമുള്ള സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിരിക്കും. എന്നാൽ രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കല്ലേ, അപ്പോൾ കൂടുതൽ നമ്മളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അവർ വരികയാണ്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസമൊക്കെ
സ്വപ്നം കണ്ടതായിട്ടാണ് കാണിക്കുന്നത്. പേടിയുണ്ട്, അവർക്ക് ഒരു ഫിയർ ഉണ്ട്, കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ ആണല്ലോ. അപ്പം നിങ്ങളിലേക്ക് ഇനി അവർ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക? നിങ്ങൾക്ക് പഴയ സ്നേഹം ഉണ്ടാവോ? എന്നെ വേണ്ടാന്ന് വെച്ചു പോവോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങളും അവരും തമ്മിൽ നോ കോണ്ടാക്ട്സ് ആയിരുന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അവരും അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ സത്യമാണോ? പലരും പറയുന്നുണ്ട് ഇത് സോൾമേറ്റ് കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇത്രത്തോളം അട്രാക്ഷനൊക്കെ നിങ്ങളിലേക്ക് എനിക്ക് വരാനായിട്ട് ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്ന് പിടികിട്ടണില്ല. അത് നിങ്ങളോട് നേരിട്ട് ചോദിക്കാൻ, അതിലൊരു ക്ലാരിറ്റി വരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നെ മിസ് ചെയ്ത സമയത്ത് നിനക്കും എന്നെ മിസ് ചെയ്തിരുന്നു. എങ്ങനെയാണ് നിന്റെ ഇത്രയും ഉള്ള ആ ദിവസങ്ങൾ പോയിരുന്നത്? നിനക്ക് എന്നെ വേണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ നീ നിന്റെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു എന്നൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ നിങ്ങളോട് ചോദിക്കുക. അങ്ങനെയൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാം, ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി മാത്രം, സത്യം അറിയാൻ വേണ്ടി മാത്രം. അല്ലാതെ എനിക്ക് മാത്രമാണോ അത് തോന്നിയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി മാത്രം അവർ ചിന്തിക്കുന്ന ഒരു എനർജിയെ കാണിക്കുന്നത്. എന്നിട്ട് യൂണിവേഴ്സിനോട് അവരെല്ലാം സമർപ്പിക്കുകയാണ്. ഇനി ഞാൻ നിന്നിലേക്ക് എന്നെ തന്നെ തരികയാണ്. എൻ്റെ പേഴ്സൺ എന്താണ് എനിക്ക് ഇനി തരാൻ ഉദ്ദേശിക്കുന്നത്? അവരുടെ സ്നേഹം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവരുടെ എന്താണ് എന്നിൽ കണ്ടിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് സോൾവ് ആക്കി തരണം യൂണിവേഴ്സ് എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ കിടന്നിട്ട് അവർ ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. പേഴ്സണലായിട്ട് ഇട്ടാലും മതി, നിങ്ങൾക്കത് റെസിനേറ്റ് ആവുകയാണെങ്കിൽ. അടുത്ത കാർഡിലേക്ക് പോവാം. 2 ഓഫ് സ്വാർഡ്സ് കാർഡാണ്. എന്താ 2 ഓഫ് സ്വാർഡ്സ് കാർഡ് എന്ന് പറയുമ്പോൾ കണ്ണു കെട്ടിയ അവസ്ഥയായിരുന്നു ഇതുവരെ അവർക്ക്. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, ഈ ബന്ധം വേണ്ടാന്നോ അല്ലെങ്കിൽ അങ്ങനെ സംതിങ് എന്തെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ അവർക്ക് എന്താണ് ഈ ബന്ധത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു പേഴ്സൻ്റെ അവസ്ഥ. കണ്ണ് കെട്ടിയിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല, ആകെപ്പാടെ വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുക പറയില്ലേ ചുറ്റുപാടുമുള്ള ആൾക്കാർ. ആ ഒരു അവസ്ഥയാണ് ഇവിടെ രണ്ടാമത്തെ കാർഡ് കാണിക്കുന്നത്. മനസ്സിലായോ? ലാസ്റ്റ് അവർ തീരുമാനിക്കുകയാണ്, സ്വയം വിശ്വസിക്കുകയാണ്. മറ്റുള്ളവർ പറയണതല്ല എൻ്റെ ജീവിതം, അവരല്ല എൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, ഞാൻ തന്നെയാണ്. എൻ്റെ സ്നേഹം സത്യമാണ്, അത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാനുള്ളതല്ല. ഇത്ര നാളും ഞാൻ എൻ്റെ പേഴ്സണെ കാണാണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഓരോ കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ പോയി. എന്നാൽ ഇന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുകയാണ്, സെൽഫായിട്ട് ഞാൻ എന്നെ തന്നെ ട്രസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ എന്ത് തീരുമാനമെടുക്കുന്നു അതാണ് എൻ്റെ ലൈഫിലേക്ക് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് 2 ഓഫ് സ്വാർഡ്സ് കാർഡിൽ. കണ്ണുകെട്ടിയ അവസ്ഥയിൽ നിന്ന് അവർക്ക് മാറ്റം വരുന്നു, അവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഈ 2 കാർഡ്സിൻ്റെ മീനിങ് ആണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആണ്. അത് റിവേഴ്സായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തണം. അത് ക്വിക്കായിട്ടുള്ളൊരു ആക്ഷനാണ്. അവർ എല്ലാം ഒന്ന് ഉറപ്പിച്ചിട്ട് വരുന്ന ഒരവസ്ഥ, ഒരു എനർജി എന്ന് പറയില്ലേ, അത് നൈറ്റ് ഓഫ് സ്വാർഡ്സ് കാർഡ് റിവേഴ്സാണ്. എത്രയും പെട്ടെന്ന് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം വേണം. അവർക്ക് ക്ഷമിക്കാൻ അവർ അക്ഷമരായിട്ടിരിക്കാൻ പറയില്ലേ, എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്തണം. ഈ ലൈഫിൽ എനിക്ക് ആ പേഴ്സണേ ഉള്ളൂ, അതിലേക്ക് എനിക്ക് എത്തണം, മറ്റുള്ളവർ പറയുന്നൊന്നല്ല, ഇനി എൻ്റെയാണ് തീരുമാനം എന്ന് പറഞ്ഞിട്ട് ക്വിക്ക് ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്താ? 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റിനെ കുറിച്ച് അത്രമേൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി. അവരൊറ്റപ്പെട്ടൊരവസ്ഥ. അവരുടെ എല്ലാം ഷെയർ ചെയ്യാനുള്ള പേഴ്സൺ നിങ്ങളായിരുന്നു. ഒരു ചെറിയ സന്തോഷമാണെങ്കിലും എത്ര വലിയ ടെൻഷനുള്ള കാര്യമാണെങ്കിലും അവർക്ക് അവരുടെ ഒരു സ്നേഹം തരിക, അല്ലെങ്കിൽ അവരായിട്ടിരിക്കുന്ന ഒരാൾ നിങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ വരണം, നിങ്ങളോടെല്ലാം സംസാരിക്കണം. ആ നിമിഷങ്ങൾ ഓർത്തിട്ട്, ആ മുന്നത്തെ അവരുടെ പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട് അവർ ടെൻഷൻ അടിച്ചിരിക്കുക, നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കൂടുക. അതാണ് ഈ കാർഡ് കാണിക്കുന്നത്, മീൻ ചെയ്യുന്നത്. ഇത്രയും കാർഡ്സ് നിങ്ങളിലേക്ക് വരണം തന്നെയാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോഴേ 7 ഓഫ് വാൻസ് കാർഡാണ്. 7 വാൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നു. അതെന്താണ് ഉണ്ടാവണേന്നറിയോ? അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ
അവർ ചിന്തിക്കുകയാണ് എൻ്റെ പേഴ്സണെ സ്വന്തമാക്കാനായിട്ട് ഏറ്റവും അർഹനായൊരു പേഴ്സൺ ഞാൻ മാത്രമാണ്, വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, വേറെ അവരെന്തിൽ പോയാലും ഞാൻ വിട്ടുകൊടുക്കില്ല അവരെ. യൂണിവേഴ്സ് എനിക്ക് അതിനുള്ള മാർഗം നീ കാണിച്ചു തരണം, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വരാനുള്ള മാർഗം കാണിച്ചു തരണം. ഞാൻ ഇന്ന് അവരെ അത്രമേൽ പ്രണയിക്കുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ ഭാഗത്തുണ്ട് തെറ്റുകൾ. എന്നാൽ ഞാനിപ്പോൾ ആ പേഴ്സണെ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് അവരെ എത്രയും പെട്ടെന്ന് കാണണം, അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അത്രമേൽ യൂണിവേഴ്സിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി. രാത്രി കാലങ്ങളിൽ അവർ സ്വപ്നം കണ്ടിട്ടും അവർ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവർ തീരുമാനം എടുക്കുകയാണ് നിങ്ങളിലേക്ക് വരണമെന്ന് കേട്ടോ. ഇതുവരെയുള്ള കാർഡ്സിൻ്റെ മീനിങ്ങാണ് ഞാൻ പറഞ്ഞത്. അവർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അടുത്തത് എന്താ? പേജ് ഓഫ് വാൻഡ്സ് ആണ്. എന്താ പേജ് ഓഫ് വാൻഡ്സ്? എൻ്റെ സ്വപ്നത്തിൻ്റെ ആവശ്യകത ഞാൻ മനസ്സിലാക്കുകയാണ്. എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണിലേക്ക് എനിക്ക് എത്തണം. ഞാൻ പൂർണ്ണനാവുക അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തുന്നത് എൻ്റെ പേഴ്സണിലേക്ക് എത്തുമ്പോഴാണ്. അതിനുവേണ്ടി ഉത്സാഹത്തോടെ പുറപ്പെടുന്ന, ഉത്സാഹത്തോടു കൂടിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ആ കാര്യം നടപ്പിലാക്കണമെന്ന് ദൃഢനിശ്ചയമുള്ളൊരു പേഴ്സൺ, സന്തോഷത്തോടു കൂടി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് പേജ് ഓഫ് വാൻഡ്സ് കാർഡ്. അടുത്ത കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾ ആണ്. 10 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം ഉറപ്പിക്കണം, ഫാമിലി വേണം, സക്സസ് വേണം, അത്രമേൽ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യവും നിങ്ങളുടെ പേഴ്സണിൽ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിട്ടുള്ളൊരു കുടുംബം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒത്തിരി പേർക്ക് ഇപ്പോൾ മാരേജ് ഫിക്സ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പോകുന്ന ഒരു നീക്കം എന്ന് പറയില്ലേ, അങ്ങനത്തെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു തീരുമാനമെടുത്തിട്ട് മാരേജിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പുരോഗതി തന്നെയാണ്, സന്തോഷമാണ്, എൻജോയ് ആണ്. ഒരു ലൈഫിൽ അവർ അച്ചീവ് ചെയ്തു, അച്ചീവ്മെൻറ്റ് കാർഡാണ് ഇത് കാണിക്കുന്നത്. എന്തിനെയാണോ ആഗ്രഹിച്ചത് അതിലേക്ക് എത്തുന്നു. അവർ ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരും, നിങ്ങൾക്ക് അത്രമേൽ സന്തോഷം ഉണ്ടാവും. ഒരു കണ്ടുമുട്ടൽ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒരു പക്ഷി വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. നിർവൃതി അണഞ്ഞിട്ടൊരു പക്ഷി വന്നിട്ട് ദൂതനെ പോലെ വന്നിട്ട് നിങ്ങൾ തമ്മിലൊരു കണ്ടുമുട്ടൽ എത്രയും പെട്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാം തികഞ്ഞ ഒരു പേഴ്സൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കാണിക്കുന്നത്. എന്താ? ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ. എല്ലാം ഇതിൻ്റെയൊക്കെ അവസാനം എന്താ? എല്ലാം നേടിയെടുത്ത ഒരു പേഴ്സൻ്റെ സന്തോഷം നിങ്ങളാണത്. മനസ്സിലായോ? നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, പുരോഗതി, സമ്പത്താണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തും. മറ്റുള്ളവർ ബഹുമാനിക്കത്തക്ക രീതിയിൽ നിങ്ങൾ നിലനിന്ന് പോവും. ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. ഇതുവരെയുള്ള കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വപ്നമായിരുന്നു. ഇത് ഫ്യൂച്ചറിൻ്റെ 2 കാർഡാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് എത്താൻ പോകുന്നത്. ഇതും നിങ്ങൾ ടോപ്പിലെത്തും തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി എന്താ അതിൽ കൂടുതൽ അർത്ഥാക്കേണ്ടത്? നിങ്ങൾ ഇത്രയും നാളും ആഗ്രഹിച്ച ആ കാര്യം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ എന്താണോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാത്തിൽ തടസ്സമുണ്ടെന്ന് കുറച്ച് പേരുടെ എനർജിയിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് എന്താന്ന്? ഹീലാവണം, മാനിഫെസ്റ്റ് ചെയ്യണം, മെഡിറ്റേഷനൊക്കെ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് സഡനായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ, യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു എഫേർട്ട് കൊടുക്കാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ പേഴ്സൺ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക തന്നെ വേണം. മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. രാവിലെ 3 തൊട്ട് 3:15 വരെ ഏറ്റേ പറ്റൂ, എണീറ്റിട്ട് പ്രാർത്ഥിച്ചേ പറ്റൂ. ഞാനാ പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഗൈഡായിട്ട് നിൽക്കുന്ന ഞാനാ പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കണോ? വേണമെങ്കിൽ നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട്, നല്ല മനസ്സാവണം കേട്ടോ. ഒരാൾക്ക് ദോഷം വരുന്നൊന്നും ചിന്തിക്കരുത്. ഒരു ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ആ പേഴ്സണിലേക്ക് വരണമെന്നും ചിന്തിക്കരുത്. അത് സമയമാകുമ്പോൾ എത്തും. പക്ഷെ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് നടക്കും. ആ കാര്യം നടന്നതായിട്ട് ചിന്തിക്കണം. എൻ്റെ പേഴ്സണിലേക്ക് മടങ്ങി വന്നു, യൂണിവേഴ്സ് താങ്ക് യു എന്ന് പറയണം. എൻ്റെ പേഴ്സണിൽ എന്നിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് പൊറുക്കണം, ഞങ്ങൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല,
എന്തെങ്കിലും ഞങ്ങൾക്ക് പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം. ഈ എല്ലാ കാര്യങ്ങളും നടത്തി തന്നതിന്, എല്ലാവരും സ്നേഹിച്ചതിന്, ഫാമിലി സപ്പോർട്ട് ചെയ്തതിന്, അതിന് യൂണിവേഴ്സ് മുന്നിൽ നിന്ന് എല്ലാം സാധിപ്പിച്ച് തന്നതിന് താങ്ക് യു പറയണം. നടന്നതായിട്ട് ചിന്തിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ഒരു സ്വപ്നം പോലെ നടന്നതായിട്ട് കരുതണം. അതിന് താങ്ക് യുവും പറയണം. കേട്ടോ? അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ രാത്രി സ്വപ്നം കണ്ടു, നിങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരേണ്ട വഴികൾ എങ്ങനെയാണ്, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന എനർജി, നിങ്ങളിലേക്ക് എത്തി ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരുമിക്കുന്ന എനർജി, നിങ്ങൾ അത്രത്തോളം സന്തോഷിക്കുന്ന ഒരു എനർജിയാണ് ഇത്രയും കാർഡ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. എന്നെ സ്നേഹിക്കുന്നതിനും എൻ്റെ റീഡിങ് കാണുന്നതിനും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ശബ്ദമാണ് നിങ്ങളിലേക്ക് ഇത്രമേൽ ആകർഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിണ്ടായില്ല. ഒത്തിരി പേര് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എൻ്റെ വേ ഓഫ് ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനൊത്തിരി താങ്ക് യു നിങ്ങളോട്, യൂണിവേഴ്സിനോട് ഞാൻ പറയുകയാണ്. കൂടുതൽ വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.